അടൂരിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠനത്തിന് പോയ പെൺകുട്ടിയെ ഐഎസിൽ ചേർക്കാൻ ശ്രമിക്കുന്നതായി രക്ഷിതാക്കൾക്ക് പരാതി. പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചെന്നും മഞ്ചേരിയിലെ സത്യസരണിയിലാണെന്നും കാണിച്ച് പെൺകുട്ടി രക്ഷിതാക്കൾക്ക് കത്തെഴുതി. മാനഹാനി ഭയന്ന് ആരോടും ഒന്നും പറയാതെ കഴിയുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. എഞ്ചിനീയറിംഗ് പഠനത്തിനായി പോയ തന്റെ മകൾ ഇസ്ലാം മതം സ്വീകരിച്ച് ഐഎസിൽ ചേരാൻ തയ്യാറെടുക്കുന്നുവെന്ന് പുറത്തറിഞ്ഞാൽ നേരിടുന്ന പ്രത്യാഘാതം ഭയന്നാണ് പെൺകുട്ടിയുടെ വീടോ രക്ഷിതാക്കളെയോ ചിത്രീകരിക്കുന്നതിൽ നിന്നും ഞങ്ങളെ പെൺകുട്ടിയുടെ പിതാവ് പിന്തിരിപ്പിച്ചത്. തിരുവനന്തപുരത്തെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനത്തിനായെത്തിയ അടൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ഐഎസിൽ ചേരാനുള്ള നീക്കം നടത്തുന്നതായി രക്ഷിതാക്കൾ സംശയിക്കുന്നത്. പഠനത്തിനായി തിരുവനന്തപുരത്തെത്തിയ പെൺകുട്ടി താൻ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന് കാണിച്ച് രക്ഷിതാക്കൾക്ക് കത്തെഴുതുകയായിരുന്നു. പിന്നീട് കുട്ടിയെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് കുട്ടിയുടെ പിതാവ് നേരത്തെ ഉണ്ടായിരുന്ന പത്തനംതിട്ട എസ്പിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അതിൽ പക്ഷേ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. മാസങ്ങൾക്ക് ശേഷം മഞ്ചേരിയിലെ സത്യസരണിയിൽ താൻ ഉണ്ടെന്നും ഇസ്ലാം മതം പഠിക്കുകയാണെന്നും കാണിച്ച് പെൺകുട്ടി വീണ്ടും പിതാവിന് കത്തയച്ചു. ഈ വിവരങ്ങളെല്ലാം പുറത്തറിഞ്ഞാൽ എന്തു സംഭവിക്കും എന്ന ഭയത്താൽ രക്ഷിതാക്കൾ മറ്റാരോടും ഒന്നും പറഞ്ഞതുമില്ല. ഒരു ദിവസം SDPI നേതാക്കൾക്കൊപ്പം പെൺകുട്ടി വീട്ടിൽ വരികയും തന്റെ പാസ്പോർട്ടും മറ്റു രേഖകളും കൊണ്ടുപോവുകയും ചെയ്തു. അതിനിടെ കഴിഞ്ഞ ദിവസം 2 IB ഉദ്യോഗസ്ഥർ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ കൂടുതൽ വിവരങ്ങളും ഫോട്ടോയും കൊണ്ടുപോയിട്ടുണ്ട്. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ബിജേഷ് തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ബിജേഷ്, നേരത്തെ തന്നെ ഒരുപക്ഷെ കോളേജുകൾ കേന്ദ്രീകരിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ISലേക്ക് വിദ്യാർത്ഥിനികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ചേർക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ആദ്യം മുതൽക്ക് തന്നെ ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഒരു പെൺകുട്ടിയെ കൂടി ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചെന്നും ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിച്ചെന്നും ഒപ്പം ഇപ്പോൾ മഞ്ചേരിയിലെ സത്യസരണിയിലാണെന്നും പെൺകുട്ടി രക്ഷിതാക്കൾക്ക് കത്ത് അയക്കുകയും ചെയ്തു. എന്താണിപ്പോൾ നിലവിലത്തെ സ്ഥിതി? കുടുംബം മാനഹാനി ഭയന്ന് കഴിയുകയാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും അഞ്ജു, നമുക്കറിയാം, ഒരു കുടുംബത്തിൽ നിന്ന് ISൽ ചേരാൻ തയ്യാറെടുക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ ആ കുടുംബം നേരിടുന്ന വെല്ലുവിളി ഏതൊക്കെ രീതിയിലാണെന്നും സമൂഹത്തിൽ നിന്ന് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നും എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം തന്റെ മകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും പെൺകുട്ടിയുടെ പിതാവോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ മറ്റാരോടും ഈ വിഷയം പങ്കുവെക്കാൻ തയ്യാറാകാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനത്തിനായി പോയതായിരുന്നു പെൺകുട്ടി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. അതിനുശേഷം ഒരു ദിവസം വീട്ടിലേക്ക് യാദർശികമായിട്ട് ഒരു കത്ത് വരികയാണ് ഉണ്ടായത്. ആ കത്തിലാണ് താൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിയത്. അതിനുശേഷം കോളേജിൽ രക്ഷിതാക്കൾ അന്വേഷിച്ചെങ്കിലും പെൺകുട്ടിയെ കുറിച്ച് വിവരമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം താൻ മഞ്ചേരിയിലെ സത്യസരണിയിലുണ്ട് എന്നും ഇസ്ലാം മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെന്നും പറഞ്ഞ് വീണ്ടും ഒരു കത്ത് വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പത്തനംതിട്ട SPക്ക് കുട്ടിയുടെ രക്ഷിതാവ് ഒരു പരാതി നൽകിയിരുന്നു. പക്ഷെ ആ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ നമ്മോട് വ്യക്തമാക്കിയതും അത് തന്നെയാണ്. പക്ഷെ തുടർ നടപടികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നീട് അവർ എന്ത് ചെയ്യണം എന്ന ഒരു അങ്കലാപ്പിലായി. അതിനുശേഷം ഒരു ദിവസം SDPI പ്രവർത്തകരല്ല നേതാക്കൾ എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവരുടെ കൂടെ പെൺകുട്ടി വീട്ടിലെത്തുകയും പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ കൊണ്ടുപോവുകയും ചെയ്തു. മറ്റ് പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ കൊണ്ടുപോയാൽ ശ്രീലങ്കയിലേക്കോ പുറത്തേക്കോ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ IB ഉദ്യോഗസ്ഥർ 2 പേർ അവിടെ വീട്ടിൽ എത്തുകയും പെൺകുട്ടിയുടെ ഫോട്ടോയും മറ്റു രേഖകളും കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില ഇന്ത്യക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ വിമാനത്താവളങ്ങളിൽ നോട്ടീസ് നൽകി പെൺകുട്ടിയുടെ ഫോട്ടോ പതിച്ച നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുമാണ് വിവരങ്ങൾ. പക്ഷെ അത് അത്ര സ്ഥിരീകരണം പോലീസ് ഈ വിഷയത്തിൽ ഇനി അന്വേഷണം നടത്താനുള്ള സാധ്യതകൾ ഉണ്ട്. അതേസമയം തന്നെ ഞങ്ങൾ ആ വീടുമായി ബന്ധപ്പെട്ടപ്പോഴും മറ്റും വീടും അവരെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകരുത് എന്ന് അവർ പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സമൂഹത്തിൽ നിന്ന് അവർ നേരിടുന്ന ഭീഷണിയോ മറ്റ് ഭയപ്പെട്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടൂരിൽ നിന്നും ഒരു പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച് ISലേക്ക് പോകുന്നു എന്ന ഭയപ്പാടോടെ ഒരു കുടുംബം അവിടെ കഴിയുകയാണ്. ബിജേഷ, പോലീസിൽ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? നേരത്തെ ഉണ്ടായിരുന്ന SPക്ക് അത്തരത്തിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ SP അത് അന്വേഷണത്തിന് കൊടുത്തു എന്നാണ്
പെൺകുട്ടിയുടെ പിതാവ് നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതിന്റെ തുടർ നടപടികൾ ഏത് രീതിയിലാണ് എന്നതിനെ കുറിച്ച് ബന്ധുക്കൾക്ക് കൃത്യമായ വിവരമില്ല. പക്ഷേ നിലവിൽ ഇപ്പോഴുള്ള പത്തനംതിട്ട SP അങ്ങനെ ഒരു പരാതിയെ കുറിച്ചുള്ള കൃത്യമായ വിവരവും ലഭിച്ചിട്ടില്ല. അത് അന്വേഷിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു പരാതി നൽകിയിരുന്നു, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും അതിന്റെ കൂടുതൽ നടപടികൾ ഇനി പോലീസാണ് നടത്തേണ്ടത്. പക്ഷേ ബന്ധുക്കളും പെൺകുട്ടിയുടെ രക്ഷിതാക്കളും പുറത്ത് പറയാനും പുറത്തിറങ്ങാനും മടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും അന്വേഷണം, ഏത് രീതിയിലായിരിക്കും മറ്റു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക എന്നതും കൂടി നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കി കാണേണ്ടി വരും. ബിജേഷ്, പെൺകുട്ടിയെ IS-ൽ ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ ഉറച്ചു പറയുകയാണോ ഈ ബന്ധുക്കൾ? അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ ഉണ്ടോ ഇവരുടെ പക്കൽ? അത് അവരങ്ങനെ സൂചന നൽകാനുള്ള കാരണം IS-ൽ ചേർക്കാനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലടക്കം ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം പാസ്പോർട്ട് എടുത്ത് ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അത് IS ബന്ധം എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവരും തന്റെ മകളെ IS-ൽ ചേർക്കാൻ കൊണ്ടുപോകുന്നു എന്നൊരു ഭയത്തോടുകൂടെ തന്നെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ അതിന് കൂടുതൽ തെളിവ് എന്നത് അവർക്കും നൽകാനില്ല. തന്റെ മകൾ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയതാണ്. അവിടെ നിന്ന് മഞ്ചേരി സത്യസരണിയിൽ എത്തുന്നു. ഇത്തരത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതിനുശേഷം ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് പറയുന്നു. അത്തരത്തിൽ വന്ന് മറ്റ് SDPI നേതാക്കളുടെ കൂടെ വന്ന് വീട്ടിൽ വന്ന് പാസ്പോർട്ട് കൊണ്ടുപോകുന്നു. പാസ്പോർട്ട് കൊണ്ടുപോയി പിന്നീട് എന്തിനാണ് ഈ പാസ്പോർട്ട് കൊണ്ടുപോകുന്നതെന്നാണ് അവർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യം. അത് മറ്റ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ ഈ രീതിയാണ്. ഒറ്റ റൂട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇസ്ലാം മതം സ്വീകരിക്കുന്നു, അതിനുശേഷം പാസ്പോർട്ട് എടുത്ത് ശ്രീലങ്കയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകുന്നു ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ എന്നാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള വാർത്തകളൊക്കെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അവരും നമ്മളോട് ഈ അടുത്തിടെ എങ്ങാനും ഒരുപക്ഷെ ഈ ബന്ധുക്കളെ പെൺകുട്ടി ബന്ധപ്പെട്ടിരുന്നു. ഒടുവിലായി ബന്ധുക്കളെ വിളിച്ചത് അല്ലെങ്കിൽ കത്തിലൂടെ ബന്ധപ്പെട്ടത് എപ്പോഴാണ്? ഏറ്റവും അവസാനമായിട്ട് ഈ പെൺകുട്ടി കുറച്ച് SDPI-ക്കാരെ കൂട്ടി വീട്ടിൽ വന്ന് പാസ്പോർട്ട് എടുത്ത് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം പെൺകുട്ടിയെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ IB ഉദ്യോഗസ്ഥർ വന്ന് ഫോട്ടോയും മറ്റു രേഖകളും കൊണ്ടുപോയിട്ടുണ്ട്. പെൺകുട്ടി ഇന്ത്യക്ക് വെളിയിലോട്ട് പോയിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് എന്നാണ് പെൺകുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ നടപടികൾ ഇനി പോലീസാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പെൺകുട്ടി കത്തിക്കറണ്ട് എന്നാണ് രക്ഷിതാവ് വിശ്വസിക്കുന്നത്. ശരി. അടൂരിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠനത്തിന് പോയ പെൺകുട്ടിയെ IS-ൽ ചേർക്കാൻ ശ്രമിക്കുന്നതായി ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നു. പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചെന്നും മഞ്ചേരിയിലെ സത്യസരണിയിലാണെന്നും കാണിച്ച് പെൺകുട്ടി രക്ഷിതാക്കൾക്ക് കത്തെഴുതിയിരിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളാണ് ബിജേഷ് നൽകിയത്.